പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൽ ഉയർന്ന ശമ്പളത്തോടെ സ്ഥിര നിയമനത്തിനുള്ള മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒരു തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 67,150 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഈ സർക്കാർ ജോലി അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, അപേക്ഷിക്കുന്ന വിധം, അവസാന തീയതി തുടങ്ങിയ എല്ലാ പ്രധാന വിവരങ്ങളും വിശദമായി നോക്കാം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ, അതായത് കെൽട്രോൺ ആണ് ഈ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് KPSRB മുഖേനയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. തസ്തികയുടെ പേരായിട്ട് വരുന്നത് മാനേജ്മെന്റ് ട്രെയിനി HR ആണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് 12/2026 ആണ്. ആകെയുള്ള വാക്കൻസി എന്ന് പറയുന്നത് 4 ആണ്. പോസ്റ്റ് ടൈപ്പ് പെർമനന്റ് ആണ്, അതായത് സ്ഥിര നിയമനത്തിനാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ശമ്പള സ്കെയിലായിട്ട് പറയുന്നത് ട്രെയിനിങ് കാലയളവിൽ പ്രതിമാസം 19,500 രൂപ സ്റ്റൈബൻഡ് ആയിട്ടും ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം E2 ഗ്രേഡിൽ 32,400 രൂപ മുതൽ 67,150 വരെ നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും. ട്രെയിനിങ് പീരീഡ് 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ് പൂർത്തിയാക്കിയതിനു ശേഷം പ്രൊബേഷനിൽ നിങ്ങളെ നിയമനം ചെയ്യുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് MBA HR അല്ലെങ്കിൽ AICTE അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും പേഴ്സണൽ മാനേജ്മെന്റിൽ 2 വർഷത്തെ ഫുൾ ടൈം പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കുറഞ്ഞത് 60% മാർക്ക് നിർബന്ധമാണ്. പ്രായപരിധിയായിട്ട് പറയുന്നത് ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം ഏജ് റിലാക്സേഷൻ നൽകുന്നതായിരിക്കും. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് വരുന്ന ഫീസ് നോക്കാം. അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ജനറൽ അല്ലെങ്കിൽ OBCക്ക് 600 രൂപയും SC/STക്കാർക്ക് 200 രൂപയാണ് വരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ റിട്ടൺ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ്. ഓൺലൈനായി മാത്രം ഇത് അപേക്ഷിക്കണം. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 28 ആണ്. ഈ ഒരു തസ്തികയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വിശദമായ മാർഗനിർദ്ദേശങ്ങളും മറ്റ് അപ്ഡേറ്റുകളും എല്ലാം KPSRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യോഗ്യരായ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 28 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഞാൻ ഇടുന്ന ജോബ് ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.